ഒരു മാസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഏകദേശം 1,00,000 പേർ കണ്ടു കഴിഞ്ഞു. താങ്കളും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ വന്ന ചില കമൻറ്റുകളാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. കുറഞ്ഞ വരുമാനം എന്നത് അസാധാരണമായ അല്ലെങ്കിൽ അബ്നോർമലായ ഒന്നല്ല. എന്നാൽ വരുമാനം ഉയർന്നതോ താഴ്ന്നതോ ആവട്ടെ, എല്ലാവർക്കും പണം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാനും ഭാവിയിൽ സമ്പാദ്യമുണ്ടാക്കാനും കഴിയും. പുറത്തു നിന്ന് നോക്കിയാൽ അത്ര എളുപ്പം കാണാനാകില്ലെങ്കിലും പലരുടെയും ജീവിതം ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിലേക്കുള്ള ഒരു യാത്രയായി മാറിയിരിക്കുന്നു. മിക്കവാറും ഭൂരിഭാഗം വീടുകളും ഇതേ രീതിയിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചേക്കില്ല, ഉയർന്ന ശമ്പളമുള്ള ചിലർ പോലും ഇതേ രീതിയിലാണ് ജീവിക്കുന്നത് എന്നതാണ് സത്യം. അതിനിടയിൽ ഒരു ചിലവ് വന്നാൽ എല്ലാം അപ്സൈഡ് ഡൗൺ ആയി മാറും. എത്ര വരുമാനമുള്ളവനാവട്ടെ, എത്ര വിദ്യാഭ്യാസമുള്ളവനാവട്ടെ, റോബർട്ട് കിയോസാക്കി പറയുന്നു, ഈ 5-6 കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും സാമ്പത്തികമായി വളരാൻ സാധിക്കില്ല. 1. ഞാൻ ഒരിക്കലും പണക്കാരനാവില്ല എന്ന ചിന്ത. 2. എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി, പൈസ സേവ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. 3. എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 4. ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്കിയാണ്. 5. പൈസയല്ല പ്രധാനം. 6. വാകീറിയ ദൈവം തരും ചോറും കറിയും. വാകീറിയ ദൈവം തരും ചോറും കറിയും എന്ന് കരുതിയിരിക്കുന്നത് ശരിയാണോ? അങ്ങനെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ടോ? ദൈവം അർഹിക്കുന്നവർക്കല്ലേ കൊടുക്കൂ. ആ അർഹത ഉണ്ടാക്കിയെടുക്കണം എന്ന് നമുക്കറിയാത്തതാണോ? പകരം ദൈവം തരും, ദൈവം നോക്കിക്കൊള്ളും എന്ന് കരുതിയിരുന്നാൽ മരുന്ന് കഴിക്കാതെ ആശുപത്രിയിൽ പോകാതെ രോഗം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാവില്ലേ? ഈ പ്രസിദ്ധമായ കഥ ഒന്നുകൂടി കേട്ടു നോക്കാം. ഒരിക്കൽ വെള്ളം പൊങ്ങിയപ്പോൾ വീടിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരാൾ ആദ്യം വള്ളം വന്നു, പിന്നെ ബോട്ട് വന്നു, പിന്നെ ഹെലികോപ്റ്റർ വന്നു. കയറാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഞാനില്ല, എന്നെ ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവസാനം മുങ്ങി മരിച്ച കഥ. മരിച്ച് ദൈവത്തിൻ്റെ അടുത്തെത്തി എന്നെ രക്ഷിക്കാൻ എന്താ ദൈവം വരാഞ്ഞത് എന്ന് ചോദിച്ച അയാളോട്, ഞാനാദ്യം വള്ളം, പിന്നെ ബോട്ട്, പിന്നെ ഹെലികോപ്റ്റർ ഇവ അയച്ചിട്ടും കണ്ണു തുറക്കാത്ത നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്ന് തിരിച്ചു ചോദിച്ച പോലെയാവില്ലേ? ഈ 2 കാര്യം ചെയ്തു നോക്കൂ, ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടാവാൻ തുടങ്ങും. 1. എനിക്ക് തെറ്റുപറ്റുന്നു, ഞാൻ തിരുത്തിയേ മതിയാവൂ എന്ന ബോധ്യം. തെറ്റ് എന്നാൽ നിങ്ങളെന്തോ വലിയ പാതകം ചെയ്തു എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് മുമ്പറിയാത്ത പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള സമയമായി എന്നതിൻ്റെ സൂചനയായി മാത്രം കണ്ടാൽ മതി. 2. ഞാൻ മാറ്റത്തിന് തയ്യാറാവണം എന്ന തീരുമാനം. മാറണമെങ്കിൽ ഞാൻ ഒരു കേൾവിക്കാരനല്ല, വെറുതെ കേട്ടിട്ട് കാര്യമില്ല. ഈ കേൾക്കുന്ന കാര്യം പ്രായോഗികം ആക്കണം. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന 100 കണക്കിന് വീഡിയോകൾ കാണാം. എന്നാൽ ഈ വീഡിയോകൾക്ക് താഴെ കൊള്ളാം സാർ, നല്ലതാണ് എന്നൊരു കമൻ്റ് ഇട്ടതുകൊണ്ട് ഒരാൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. സുഹൃത്തേ, ഒന്നറിയുക, റോഡിൽ നമ്മൾ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റിന് വഴിയിൽ വെളിച്ചം കാണിക്കാനേ പറ്റൂ, നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ തന്നെ നടക്കണം. അതിനാൽ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന 10 കാര്യങ്ങളിൽ 5 എണ്ണമെങ്കിലും ഞാൻ ജീവിതത്തിൽ പ്രായോഗികമാക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രയോജനമാകണമെന്ന ചിന്തയോടുകൂടി മാത്രം കാണുക. 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ എത്ര ചെറിയ വരുമാനമുള്ള ആളായാലും. ആദ്യം 2 ചെറിയ കഥകൾ പറയാം. ഒരിക്കൽ ഒരു കമ്പനിയുടെ മുതലാളി തൻ്റെ സെയിൽസ്മാൻമാരെ എല്ലാം ഒരു കോഫി മീറ്റിങ്ങിന് വിളിച്ചു. ബിസിനസ് കൂട്ടേണ്ടതിൻ്റെ ആവശ്യകത, എങ്ങനെ സെയിൽസ് കൂട്ടാം,
കൂട്ടിയാൽ എങ്ങനെ കമ്പനി നിങ്ങളുമായി ലാഭം പങ്കുവെക്കാൻ തയ്യാറാണ് എന്നെല്ലാം വളരെ ആവേശത്തോടെ അദ്ദേഹം വിശദീകരിച്ചു. നമ്മുടെ സെയിൽസ് അടുത്ത 6 മാസം കൊണ്ട് 50% കൂട്ടണം എന്നാണ് എൻ്റെ ടാർഗറ്റ്. അതിനാൽ അടുത്ത മാസം നമുക്ക് 10% ബിസിനസ് കൂട്ടണം. നിങ്ങൾ റെഡിയല്ലേ എന്ന് ചോദിച്ചു. ചെറുപ്പക്കാരനായ ഒരു സെയിൽസ്മാൻ ചാടി എണീറ്റ് പറഞ്ഞു, ഡോണ്ട് വറി സാർ, ഈ മാസം എൻ്റെ സെയിൽസ് 10% അല്ല 30% കൂടും. സാർ പറഞ്ഞതിനപ്പുറം നമ്മൾ എത്തും. മുതലാളിക്ക് സന്തോഷമായി. എല്ലാവരും ചായ കുടിച്ച് പിരിഞ്ഞു. ഈ വാചകം അടിച്ച ആൾ താഴെ പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ചു നേരെ വീട്ടിൽ പോയി 4 മണി വരെ കിടന്നുറങ്ങി. എന്നിട്ട് വൈകിട്ട് അന്ന് റിലീസ് ചെയ്ത ഷാരൂഖ് ഖാൻ സിനിമ കാണാൻ ഓടി. 10 മണിയായപ്പോൾ വന്ന് കിടന്നുറങ്ങി. ഇതാണ് മിക്കപ്പോഴും മോട്ടിവേഷൻ കേൾക്കുമ്പോൾ പലരും ചെയ്യുന്നത്. ഒന്നാദ്യമേ മനസ്സിലാക്കുക, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് നമ്മുടെ ഭാവി സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും. ലോട്ടറി അടിക്കണമെങ്കിൽ ആദ്യം ലോട്ടറി എടുക്കണം. അല്ലാതെ ലോട്ടറി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇനി ആക്ഷൻ. അതിനും ഒരു കഥ തന്നെ പറയാം. കേരളത്തിലെ ഇന്ന് കോടീശ്വരനായ ഒരു ചലച്ചിത്ര നടൻ തൻ്റെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ നിന്നും മാറി സിനിമയിലേക്ക് വന്നപ്പോൾ ചെലവ് നിയന്ത്രിക്കുന്നതിന് താൻ ഉപയോഗിക്കുന്ന തന്ത്രം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം സിനിമയിൽ കയറും മുമ്പ് 25,000 രൂപ മാസശമ്പളം കിട്ടുന്ന ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ ഒരു സിനിമയ്ക്ക് 10ഉം 20 ലക്ഷമൊക്കെ കിട്ടാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഞാൻ 25,000 രൂപയ്ക്ക് ജീവിച്ച ആളാണ്. എനിക്ക് 10 ലക്ഷം കിട്ടിയാലും 25,000-ൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നല്ല മിച്ചം പിടിക്കാം. ഇങ്ങനെ ചിന്തിക്കാൻ നമുക്കും കഴിയണം. പതുക്കെ പതുക്കെ ചെലവുകൾ നിയന്ത്രിച്ചാൽ മാത്രമേ എന്തെങ്കിലും മിച്ചമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ജീവിതത്തിൽ വളരണം, സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സമ്പാദ്യശീലങ്ങൾ എന്തൊക്കെയെന്ന് അറിയണം. ഞാൻ ഇന്ന് ഒരു 10 കാര്യങ്ങൾ പറയാം. ഈ 10 കാര്യങ്ങളിൽ 5 എണ്ണമെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പലതും ഞാൻ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ദേഷ്യം തോന്നരുത്. നോക്കൂ, എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ നേരിട്ടറിയില്ല, ഒരു പക്ഷേ കാണാനും പോകുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് ഗുണം. ഒരു മരം നട്ടാൽ ഇന്നും നാളെയും കൊണ്ടത് ഫലം തരില്ലല്ലോ. അതേപോലെ ഇതിൻ്റെയും ഫലം കാണാൻ സമയമെടുക്കും. ആർക്കും ചിന്തിക്കാനായി ഞാൻ ദിവസം 500 രൂപ വരുമാനമുള്ള ഒരാളിനെ ഉദാഹരണമായി എടുക്കുന്നു. ഇത് വെച്ച് നിങ്ങളുടെ വരുമാനവുമായി ഒത്തുനോക്കി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒന്നുകൂടി, ഇത് ചില സജഷൻസ് മാത്രമാണ്. പ്രായോഗികത സ്വയം കണ്ടെത്തുക. അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുക എന്നുള്ളത് തെറ്റല്ല. എന്നാൽ കിട്ടുന്ന വരുമാനം തീർത്ത് ജീവിക്കുക എന്നുള്ളതാണ് തെറ്റ്. ആദ്യം എനിക്ക് സേവ് ചെയ്യണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് അടിച്ചു കയറ്റുക. 2, ചെലവുകൾ നിയന്ത്രിക്കാൻ പഠിക്കുക. അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന 2 സ്വഭാവങ്ങളുണ്ട്. 1 ബ്രോക്ക് മെൻറ്റാലിറ്റി, 2 ഇനഫ് മെൻറ്റാലിറ്റി. ആർക്കും ഫോളോ ചെയ്യാവുന്ന 2 വലിയ അഡ്വൈസ് ആണത്. ഇവ എന്താണെന്ന് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കണം. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിൽ 1, നമുക്ക് വരുമാനം ഒന്നുമില്ല എങ്കിലും നമ്മൾ ആത്മഹത്യ ചെയ്യില്ല, പകരം ഉള്ളത് കൊണ്ട് തള്ളി മുന്നോട്ട് പോകും എന്നാണ്. 2, എനിക്കിത് മതി എന്ന ഇനഫ് മെൻറ്റാലിറ്റിയിലൂടെ കണ്ടൻമെൻറ്റ് കൈവരുത്തുക. വിശദമായി അറിയാൻ ഈ വീഡിയോ ഉറപ്പായും കാണുക. 500 രൂപ വരുമാനമുള്ള ഒരാളെ ഉദാഹരണമായി എടുത്താൽ ആദ്യം കിട്ടുന്ന വരുമാനത്തെ 2 അക്കൗണ്ടിലേക്ക് തിരിച്ചുവിടണം. അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടായി തെറ്റിദ്ധരിക്കേണ്ട. 2 വിഭാഗം എന്ന് കരുതിയാൽ മതി. ഒന്നാമത്തെ അക്കൗണ്ടിനെ നമുക്ക് കറണ്ട് അക്കൗണ്ട് എന്നും രണ്ടാമത്തേതിനെ റിട്ടയർമെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിംഗ് അക്കൗണ്ട് എന്നും വിളിക്കാം. സ്റ്റെപ്പ് 1, 500 രൂപ വരുമാനമുള്ള ഒരാളിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നാമത്തെ വഴി സ്വയം തീരുമാനിക്കുക. 500 രൂപയാണ് എൻ്റെ വരുമാനം എന്ന് എനിക്കറിയാം, പക്ഷേ മനസ്സിൽ പറയുക, എൻ്റെ ശമ്പളം 300 രൂപയാണ്. 300 രൂപയുള്ള ഒരാളും ജീവിക്കുന്നില്ലേ? 500 രൂപയുള്ള ഞാൻ 300 രൂപയിൽ ജീവിച്ചാൽ എനിക്ക് 200 രൂപ ലാഭം. 300 രൂപയിൽ ജീവിക്കാൻ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പിന്നാലെ പറയാം. വരുമാനം കൂട്ടാൻ ചെയ്യാവുന്ന കാര്യങ്ങളും പറയാം. വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. ഈ 200 രൂപ മാറ്റാൻ ഒരു എളുപ്പ വഴിയുണ്ട്.
എന്നും 200 രൂപ വെച്ച് ചിട്ടിക്ക് അല്ലെങ്കിൽ പലിശ അടയ്ക്കാൻ വേണ്ടതാണെങ്കിൽ നമ്മളതിൽ തൊടുമോ? അതെൻ്റെ പൈസയല്ല, എനിക്ക് തൊടാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്ന് തീരുമാനിക്കുക. അത് കൂടിക്കൊണ്ടിരിക്കട്ടെ. ബില്ലടയ്ക്കുന്നത് പോലെ, വാടക കൊടുക്കുന്ന പോലെ എല്ലാ മാസവും ചെയ്യേണ്ട ഒരു സ്ഥിരം ആക്ടിവിറ്റി. ഇതുവരെ ഒന്നും സമ്പാദ്യമില്ലാത്ത ആളാണെങ്കിൽ ആദ്യം ഈ മിച്ചം പിടിച്ച 200 രൂപയെ രണ്ടായിട്ട് തിരിക്കണം. 1, 100 രൂപ എമർജൻസി ഫണ്ടിലേക്ക്. 2, 100 രൂപ സേവിംഗ് അക്കൗണ്ടിലേക്ക്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ കടം വാങ്ങാൻ ഓടാതിരിക്കാനാണ് എമർജൻസി ഫണ്ട്. അതിൽ മിനിമം ഒരാളുടെ 3 മാസത്തെ വരുമാനത്തിന് തുല്യമായ പൈസ ഉണ്ടാവണം. 6 മാസമാണെങ്കിൽ ബെറ്റർ. അടുത്ത 100 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ച തോറും RD പോലുള്ള ഒന്നിലിടാം. ഹൈ റിസ്ക്കുള്ള ഒന്നിലും തൽക്കാലം പോകരുത്. അതുപോലെ വലിയ ലാഭം ഉണ്ടാവും എന്നാരെങ്കിലും പറഞ്ഞു എന്ന് കരുതി ലൈഫ് ഇൻഷുറൻസ് പോലെ ഒന്നിലും കൊണ്ടിടരുത്. ഇൻഷുറൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, കാണുന്നത് വളരെ നല്ലതാണ്. ചിലവ് കുറയ്ക്കാൻ ഇനി പറയുന്ന വഴികളിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്തു നോക്കാം. ചെറിയ കടയിൽ നിന്നും ഓരോ ദിവസവും വാങ്ങുന്നത് നിർത്തി ഒരുമിച്ച് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടാക്കുക. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഹോൾസെയിൽ കടയിൽ നിന്നും വാങ്ങുക. 1 മാസത്തേക്കുള്ള സവാള, ഉരുളക്കിഴങ്ങ് ഇവ 5 കിലോ വാങ്ങി വെച്ചാൽ കുറഞ്ഞത് 100 രൂപ ലാഭിക്കാം. അതേപോലെ മറ്റ് സാധനങ്ങൾ. ആദ്യം 2-3 മാസം ഇതിനായി പൈസ മാറ്റിവെച്ചാൽ പിന്നെ റെഗുലറാക്കാൻ വിഷമം വരില്ല. കിലോയ്ക്ക് 55 രൂപ ഉള്ള അരി ഇനി വേണ്ട. റേഷൻ കാർഡ് കാണിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് അരി കിട്ടുന്ന പല സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ, അവയെ മാത്രം ആശ്രയിക്കുക. വസ്ത്രങ്ങൾ വേണ്ട സമയത്ത് റിഡക്ഷൻ സെയിൽ വരുന്ന മാസം നോക്കി വാങ്ങിയാൽ നല്ല പൈസ സേവ് ചെയ്യാം. ഓൺലൈൻ ഓർഡർ ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കിയാൽ വലിയ ലാഭം ഉണ്ടാക്കാം. ഓൺലൈൻ സൈറ്റുകളിൽ പല സാധനങ്ങളും ആക്ച്വൽ കോസ്റ്റിൻ്റെ 40-50% കൂടുതൽ കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ദുസ്വഭാവങ്ങൾ ഒഴിവാക്കുക. മദ്യപാനമാവട്ടെ, അതല്ല പുകവലിയാവട്ടെ, കൺട്രോൾ ചെയ്താൽ 1 പൈസ ലാഭിക്കാൻ പറ്റുമോ ആ പൈസ ലാഭിക്കാൻ നോക്കുക. കുടുംബത്തിന് പ്രാധാന്യം നൽകുക. ഭാവിക്ക് പ്രാധാന്യം കൊടുക്കുക. ഒരടി തെറ്റി ഇരുന്നു പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും സഹായിക്കാൻ ഉണ്ടാവില്ല എന്ന് ഓർക്കുക. പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. കടം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. പ്രത്യേകിച്ച് കടമാക്കി പുതിയ വണ്ടിയോ ഒന്നും വാങ്ങാതിരിക്കുക. എനിക്ക് കടം വേണ്ട എന്ന കാഴ്ചപ്പാട് വളരെ ഗുണം ചെയ്യും. ലോൺ ഉണ്ടെങ്കിൽ പലിശ കൂടുതലുള്ളത് വേഗം തീർക്കുക. അതേപോലെ മന്ത്ലി EMI പോയ ശേഷം കയ്യിൽ മിച്ചമുള്ള പൈസ ഉണ്ടെങ്കിൽ EMIയുടെ പ്രിൻസിപ്പൽ അക്കൗണ്ടിലിട്ടാൽ ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാവും. TV, ഇൻ്റർനെറ്റ്, പത്രമടക്കം എവിടെ സേവ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞാൽ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മറക്കാതെ മടിക്കാതെ വീട്ടിലെല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക. പലരും ചെയ്യുന്ന മണ്ടത്തരം നിങ്ങളും ചെയ്ത് കുടുങ്ങരുത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ നിർബന്ധമായും കാണുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. എനിക്കറിയാവുന്ന പല ആളുകളുടെയും ജീവിതം ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ 100% കാണേണ്ട വീഡിയോ ആണത്. ഒരു ലൈഫ് ഇൻഷുറൻസും എടുത്തു വയ്ക്കുക. വീട്ടിലെ ഏൺ ചെയ്യുന്ന ആളിന് മാത്രമേ ലൈഫ് ഇൻഷുറൻസ് എടുക്കാവൂ. അതിന് ചെറിയ പൈസ ചെലവാക്കി എടുക്കാവുന്ന ഇൻഷുറൻസ് നോക്കിയെടുക്കാം. ഇനി വരുമാനം കൂട്ടാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുക. ധാരാളം വഴികളുണ്ട് ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കാൻ. അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചെയ്ത് പൈസ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ തന്നെ യൂട്യൂബിൽ അതിനെക്കുറിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. പതുക്കെയാണെങ്കിലും പഠിച്ച് നോക്കിയും കണ്ടും ചെയ്താൽ യൂട്യൂബ് പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയാണ്. അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ അടക്കം ധാരാളം വേദികളുണ്ട്. സ്വയം ചെയ്യാം, കൂട്ടുകാരുമൊത്ത് ചെയ്യാം, കുടുംബമായി ചെയ്യാം. ഇതെല്ലാം ഇന്ന് പലരും വിജയകരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. ആദ്യത്തെ 1 മാസം പഠിക്കാൻ ചെലവാക്കുക. ചെയ്യുമ്പോൾ ആകെയുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ നിർദ്ദേശം മുമ്പും പറഞ്ഞിട്ടുണ്ട്,
ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക, അത് പലതവണ കണ്ടു നോക്കുക. ബെറ്ററായി രണ്ടാമത്തെ വീഡിയോ ചെയ്യുക, പിന്നെ മൂന്നാമത്തെ വീഡിയോ. പക്ഷേ ഈ 3 എണ്ണം ഒരു കാരണവശാലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വിടരുത്. ഈ 3 എണ്ണം കൂട്ടുകാരോടും പരിചയക്കാരോടും ഒപ്പം ഇരുന്ന് പല പ്രാവശ്യം കാണുക. അത് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞാൽ മാത്രം അപ്ലോഡ് ചെയ്യുക. പുതിയ പുതിയ കണ്ടന്റ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് നല്ലവണ്ണം തമാശ പറയാൻ അറിയാവുന്ന ആളാണെങ്കിൽ തമാശകളുടെ വീഡിയോ ചെയ്യുക. അതേപോലെ അറിവുള്ള ആളാണെങ്കിൽ അറിവ് ഷെയർ ചെയ്യുക. ഉദാഹരണമായി, നിങ്ങൾക്ക് തടിയിലൊരു മോഡൽ ഉണ്ടാക്കാൻ അറിയാം, കളിമണ്ണ് കൊണ്ട് ഒരു മോഡൽ ഉണ്ടാക്കാൻ അറിയാം, തുണി വെട്ടി തയ്ക്കാൻ അറിയാം, മീനുകളെ, നായ്ക്കളെ അല്ലെങ്കിൽ ചെടികളെ പറ്റി അറിയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ കൊണ്ട് പല രീതിയിൽ അഭ്യാസങ്ങൾ കാണിക്കാൻ അറിയാം. എന്തുമാവട്ടെ, അറിവ്, മറ്റു കഴിവുകൾ, ചെറിയ കുസൃതികൾ, തമാശകൾ, പുരാണം, ഇതിഹാസം, കഥകൾ എന്തും യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പതുക്കെ പതുക്കെ വിപുലീകരിക്കുക. പുതിയ പുതിയ ഐഡിയകൾ ദൈവം തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പാഷൻ ഉപയോഗിക്കൂ. വിഷയദാരിദ്ര്യം വരില്ല. അധികമായി സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ കൈവശമുള്ളത് കൈകാര്യം ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ലാഭിക്കാനുള്ള വഴിയിലാണ്. സമ്പാദിക്കുന്ന ശീലം ആരംഭിക്കുക. അത് പതുക്കെ കൂടിക്കൂടി വരും. നിങ്ങളുടെ നല്ല തീരുമാനങ്ങളെ സ്വയം അഭിനന്ദിക്കുക. ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സ്ഥിതി യുണീക്കാണ്. അതിനാൽ ഈ ടിപ്സ് നിങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാക്കേണ്ടത് പ്രധാനമാണ്. സുസ്ഥിരമായ ഒരു സമ്പാദ്യ മനോഭാവം വികസിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളോടും മൂല്യങ്ങളോടും പൊരുത്തപ്പെടുന്ന മാറ്റങ്ങൾ ക്രമാനുഗതമായി വരുത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. നാട്ടുകാർ എന്ത് പറയുമെന്ന ഭയം മിക്ക ആളുകളെയും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ വഴികൾ തേടുന്നതിൽ നിന്ന് തടയുന്നു. നിങ്ങൾ ഗീവപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പരാജയപ്പെടൂ. ഒരു സത്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു എന്നതിനർത്ഥം നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയെന്നാണ്. മിക്ക ആളുകളും സംസാരിക്കുകയും സമ്പന്നനാകാൻ സ്വപ്നം കാണുകയും ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിടരുത്. വിജയിച്ചാലും നിർത്തരുത്. നിങ്ങളുടെ വിജയകഥ കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു.